ബ്രോ പറയാതെ ഞാൻ ഫുഡ് കഴിക്കില്ല. നീ കഴിക്കണ്ടടാ, നിനക്ക് അത്ര അഹങ്കാരാണ്, നീ കഴിക്കണ്ട. എട്ടനെ വീഡിയോയിൽ ലൈക്ക് അടിച്ച് കഴിഞ്ഞ് എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തു. ഞാനല്ലടാ. ബ്രോസ് വീഡിയോസ് ആർ എന്റർടൈനിങ് ദാൻ ബിഗ് ബോസ് ഷോ. ബിഗ് ബോസ് കിട്ടാത്ത ഒരാളോട് ഇങ്ങനെ ഒരു കമന്റ് പറയുമ്പോ എന്തായാലും സന്തോഷമല്ലേ വരുള്ളൂ. താങ്ക്സ്. ഹായ് ചേട്ടാ, ബിഗ് ഫാൻ ഓഫ് യു. ഞാൻ BB എപ്പിസോഡ്സ് എപ്പോ കാണാറില്ല, ചേട്ടന്റെയാണ് കാണുന്നത്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം എന്റെ ചേട്ടൻ എനിക്കൊരു ന്യൂ ഫോൺ ഗിഫ്റ്റ് ചെയ്തു. ഹോപ്പ് ചേട്ടൻ ഈ കമന്റ് വായിക്കും. ഞാൻ വായിക്കില്ല ചേട്ടാ, ഞാൻ ശീതളാണ്. ശ്രീത് മാത്രമല്ല, ഞങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ യൂട്യൂബിലൊക്കെ കണ്ട് ഫസ്റ്റ് ക്രഷ് അടിച്ചത് ചേട്ടനെയാ. വിത്ത് ലവ്. ശരിയും പോടോ, എനിക്ക് നാണോ. അപ്പൊ ഇനി സംസാരിച്ചത് സമയം കളയുന്നില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 53 റിയാക്ട് ചെയ്തിട്ട് വരാം. ഉച്ചയ്ക്ക് 12:10. എന്ത് ഇന്ന് മോർണിംഗ് സോങ് ഇല്ല? അപ്പൊ ഇന്ന് മോർണിംഗ് ഡാൻസ് ഇല്ല? അൻസിബിയെ കാണാൻ ഈ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യണമല്ലോ. ഞാൻ ഇവിടെ ചായ തിളപ്പിച്ച ക്ലാസ്സാണ്, ഞാൻ കഴി വെച്ച്. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് അടുക്കള കാണിച്ചിട്ടാണ്. അവരവര് ചെയ്യണ പണികളുടെ സാധനങ്ങൾ അവരവരെ തീർക്കാം. ആശാനെ, ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത്? അവനവന്റെ മുണ്ടും ഷർട്ടും ജഡ്ഡിയും അവനവൻ തന്നെ അലക്കണം. മനസ്സിലായ? അതിന് വേണ്ടിട്ട് മറ്റുള്ള ടീമിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ജിൻഡോന്റെ പരാതിയാണ് ശ്രീരേഖ ചേച്ചിനോടാണ് പറയുന്നത്. ചേച്ചി, അതായത് അവനവന്റെ പാത്രങ്ങൾ, അവനവൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അവനവൻ കഴുകി വെക്കുക. അപ്പൊ കിച്ചണിൽ പാത്രം ഉണ്ടാവില്ല. ഇത് പാത്രം കഴുകാൻ ഒരാൾ അങ്ങനെ പറ്റില്ല. നമുക്ക് പാത്രം ഞാൻ തന്നെയാണ് കഴുകി വെക്കുന്നത്. ജാസ്മിൻ, എന്റെ പാത്രം ഞാൻ കഴുകി വെക്കാറുണ്ട്. പിന്നെ ജിൻഡോ, അതിനാണെങ്കിൽ പിന്നെ നീ ഇപ്പൊ എന്നെ വിളിച്ച ക്ലീൻ ചെയ്യാൻ. അപ്പൊ ജിൻഡോ അതിനെതിരെയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയണത് ഞാൻ ക്യാപ്റ്റൻ ആണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അപ്പൊ ജാസ്മിൻ വെണ്ടയ്ക്ക് അരിഞ്ഞിട്ട് അതിന്റെ അല്ലിയും കുറെ വേസ്റ്റ് ഒക്കെ അവിടെ നിലത്തൊക്കെ വീണു. അത് ക്ലീൻ ചെയ്യാൻ ജിൻഡോനോട് പറഞ്ഞു തോന്നുന്നു. അത് കഴിഞ്ഞ് കറി വെച്ചതിന്റെ അടപ്പ് എടുത്ത് ആ പാദ്യം പുറത്ത് വെച്ചതിന് ജിൻഡോ അടുത്ത സീൻ ഉണ്ടാക്കുന്നു. ചെയ്തോ? അപ്പൊ ജാസ്മിൻ ജിൻഡോനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇതിപ്പോ ക്ലീൻ ചെയ്തോ? ആ, ഞാൻ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ടാണല്ലോ ആ കറിയുടെ അടപ്പ് ഞാൻ എടുത്ത് ഇങ്ങനെ കമത്തി വെച്ചത്. അതിനിപ്പോ എന്താ? എന്തായാലും നമ്മുടെ പാത്രം എന്റെ ദൈവമേ, എന്തൊക്കെ പ്രശ്നമല്ലേ ബിഗ് ബോസ് ഹൗസിൽ. പാത്രത്തിന്റെ അടപ്പ് ഇങ്ങനെ വെച്ചു എന്ന് പറഞ്ഞൊരു അടി, പാത്രത്തിന്റെ അടപ്പ് ഇങ്ങനെ വെച്ചു എന്ന് പറഞ്ഞ് വേറൊരു അടി. നമ്മൾ ഈ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വെക്കുന്നതും മറച്ചു വെക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ജാസ്മിന്റെ പ്രവൃത്തി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. ജാസ്മിന് തെറ്റ് പറ്റിയാലും ആക്സെപ്റ്റ് ചെയ്യില്ല. ലക്ഷ്മിമാരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടി ഇങ്ങനെ വെക്കുമ്പോ അടിയിൽ വല്ല പൊടി അതിലേക്ക് കയറും, അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്. പക്ഷെ പുള്ളി പറഞ്ഞിട്ടുള്ള ശരിയല്ല, എന്നാലും പുള്ളി പറഞ്ഞതിൽ ചെറിയൊരു പോയിന്റ് ഉണ്ട്. ജാസ്മിന് പറ്റി തെറ്റ് ഇതുവരെ സമ്മതിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാസ്മിൻ അതിനെ ന്യായീകരിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചപ്പാത്തി പരത്തുന്ന സ്ഥലം എവിടെയാ? അവിടെ അല്ലേ? അവിടെയല്ലേ ഞാൻ പാത്രം വെച്ചാൽ. അപ്പൊ സെയിം ക്യാൻസൽ സീച്ചത്. ഞാൻ വെക്കാറില്ല. ജിൻഡോക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ രശ്മി ഒരു പാട്ട് അങ്ങോട്ട് പാടി. അവിടെ ജിൻഡോ സ്കോർ ചെയ്തു. ജിൻഡോ ഒരു ഡാൻസ് കളിച്ച് അവിടെ സ്കോർ ചെയ്തോണ്ടിരുന്നപ്പോ നന്ദനയ്ക്ക് അത് ഇഷ്ടമായില്ല. നന്ദന അതിന്റെ കൂടെ കയറി കളിച്ചു. രശ്മി പാട്ട് നിർത്തി. നമ്മുടെ ഗബ്രി ഓടി ഒന്ന് നന്ദനേനെ, ദേവി അനുഗ്രഹിക്കൂ. എന്താന്നല്ലേ ഇന്നലെ കഴുത്തുവേന എന്ന് പറഞ്ഞു കിടന്ന ജിൻഡോ തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടാണ് ഗബ്രി ഇത് കാണിച്ചത്. ഒരാളെ എഴുന്നേൽപ്പിച്ച് നടത്തിയ രണഭൂമി. ഇന്ന് വേറെ കോണ്ടന്റ് ഒന്നും കാണിച്ചില്ല. തുടക്കം തന്നെ ടാസ്കിലേക്ക് കിടക്കാണ്. ജനഭൂമി ഷീൽഡുകളും കളർ ബോംബുകളും വെച്ചിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, കുറച്ച് ബാരിക്കേഡ്സ് നിരത്തി വെച്ചിട്ടുണ്ടാവും, കുറച്ച് ബോംബ് ഉണ്ടാവും, കുറച്ച് ഷീൽഡ് ഉണ്ടാവും, 2 തോക്ക് ഉണ്ടാവും. ഇതൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ബോംബ് അങ്ങോട്ട് എറിയണം, അവിടെ നിന്ന് ബോംബ് ഇങ്ങോട്ട് എറിയും, ഇവിടെ നിന്ന് ബോംബ് ഇങ്ങോട്ട് എറിയും. നിൽക്കണം. ബാരക്കുകൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന തോക്ക് ആരുടെ ബാരിക്കേഡിന്റെ ഉള്ളിലാണോ ഏറ്റവും കൂടുതൽ ബോംബുകൾ കാണുന്നത് ആ ടീം ഓരോ റൗണ്ടിലും ഔട്ട് ആവുന്നു. അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി മാനസികമായി പ്രകോപിപ്പിക്കാനും തളർത്താവുന്നതുമാണ്. ഇപ്പൊ ബോംബ് എറിയുന്ന മത്സരത്തിന് മുമ്പ് വാക്പോര് ചെയ്യാം. അതായത് നമ്മൾ ഓപ്പോസിറ്റ് ടീമിനെ പ്രൊവോക്ക് ചെയ്ത് അവരുടെ ബലഹീനത പറഞ്ഞ്, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ്, അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ തളർത്തിയിട്ട് ബോംബ് എറിയാം. ഇതാണ് ഗെയിം. ഓരോ ടീമും സേനാധിപനെ സെലക്ട് ചെയ്യായിരുന്നു. ജിൻഡോ, സായി, ഋഷി, അതുപോലെ തന്നെ നമ്മുടെ അർജുൻ. ആ, നന്നായിട്ട് മോനെ, നീ റോക്കി ബൈ തന്നെ. അവര് കേറി വരാനും പാടില്ല, ഇവരടിയിൽ പോവുകയും വേണം. അതേപോലെ ജിൻഡോ എന്നിട്ട് സായിയുടെ അടുത്ത് പറഞ്ഞു, എടാ നമ്മുടെ സിജോന്റെ ടീം കയറി പോകാൻ പാടില്ല, അതേപോലെ തന്നെ നമ്മുടെ റെഡ് ടീമും കയറി പോകാൻ പാടില്ല, കയറേണ്ടത് നമ്മള് തമ്മില. അപ്പൊ നമ്മള് തമ്മിൽ ഒത്തു കളിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഓക്കെ, ഇവർക്ക് ഓക്കെയാണ് കൂടാൻ.
ജിൻഡോ നന്ദനോട് ഇന്നത്തെ പോലെ ചതിക്കരുത് മോളെ, ഞാൻ ഏറ്റുചേട്ടാ ചതിക്കത്തില്ല. തണൽ വീഴണം, അതുവരെ നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ സിജോന്റെ ടീം പ്ലാൻ ചെയ്ത് നമ്മൾ ഫുള്ള് ഡിഫൻസ് ആണ്. നമ്മൾ ഡിഫൻസ് ചെയ്ത് അവര് തളരുമ്പോൾ, അവരുടെ ബോംബ് കുറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ബോംബ് എറിയും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലാനിങ് ആണ്. ആ നന്നായിണ്ട്. ഓ നൈസ്. എന്റെ മോനെ ജിൻഡോ സീനാണല്ലോ. ഏറ്റവും നൈസായിട്ട് ലെഫ്റ്റ് നടന്നത് നമ്മുടെ അൻസിബയാണ്. ദേ കണ്ടോക്ക്. അപ്പൊ നമ്മുടെ രശ്മിബായി PT ടീച്ചർ ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്? എന്താണ് ലെഫ്റ്റ് തന്നെയല്ലേ പറയണേ? ഓക്കെ, ഓവർ കട്ടിച്ചോ ജിൻഡോ സാർ? പേടിയാണോ സാർ? പേടിച്ച് നിന്ന് അപ്പൊ ആദ്യം തന്നെ വാക്കോരായിരുന്നു. പവർ ടീമും ഡെഡ് ടീമും നേരെ പ്രൊവോക്ക്. കാര്യമില്ല, നെഞ്ചുയർത്തി വരൂ, വന്നു കളിക്കൂ സാർ. ബിഗ് ബോസ് ഇതുവഴി ഉദ്ദേശിച്ചത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വീക്ക്നെസ്സും അവർ ഇതുവരെ ചെയ്ത മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാനാണ്. പക്ഷെ ഇവര് പ്രൊവോക്ക് ചെയ്യണത് എങ്ങനെയാണെന്നറിയോ? ദേ കാണും. പേടിച്ചിട്ടാണോ അപ്പുറത്ത് കണ്ണുകൾ കാണിക്കുന്നത്? കണ്ണുകൾ കണ്ണിൽ നിവർന്ന് നിക്കടാ നട്ടലില്ലാത്തവനെ. അത് ഇത് എന്ത് പേടിയാണോ ഭയമാണോ വിറപ്പിക്കും? ഇതൊക്കെയാണോ പ്രൊവോക്കിംഗ്? കാര്യമില്ല, ഉണർന്ന് പ്രവർത്തിക്കൂ അൻസിബ മാഡം, ഉണർന്ന് പ്രവർത്തിക്കൂ. മോശം പറയരുതല്ലോ, നല്ല പ്രൊവോക്കിംഗ്. ജിൻഡോ എന്തായി കാണിക്കണേ? ഇത് മതിയോ? ജിൻഡോക്ക് തോക്ക് മാറിപ്പോയി തോന്നുന്നുണ്ട്. സായി നീ എന്തൊന്നും മിണ്ടാത്ത? നന്ദനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങായിരുന്നില്ലേ? ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞുള്ളൂ, എന്തിനാ ബിഗ് ബോസ് ഹൗസിൽ പോയത്? അപ്പൊ സായിക്ക് നട്ടൽ എന്തോ ഉളുക്കിയിരിക്കുകയാണ്. അപ്പൊ ജിൻഡോ ഇവിടെ നിന്ന് പ്രൊവോക്ക് ചെയ്യാം. എടാ നിനക്ക് നട്ടലുണ്ടോടാ, നിനക്ക് ഒന്നാമത്തെ നട്ടലില്ലല്ലോടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോ ജാസ്മിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജിൻഡോ ചേട്ടാ മിണ്ടാതിരി, അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്, മിണ്ടാതിരി. അങ്ങനെ ആദ്യത്തെ പ്രൊവോക്കിംഗ് കഴിഞ്ഞു. അടുത്തത് ടണലും നെസ്റ്റും തമ്മിലുള്ള പ്രൊവോക്കിംഗ് ആയിരുന്നു. കണ്ടിട്ട് വരാം. പലരുടെ ഇൻഫ്ലുവൻസിലാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ പ്രൊവോക്കിംഗ് ചെയ്യാൻ ഇതിനും കിടിലൊരു ടീം ഇനി ബിഗ് ബോസ് ഹൗസിൽ ഇല്ല. ഗബ്രി ഒറ്റയ്ക്ക് മതി, കൂടെ സീജോ. ഇപ്പുറത്ത് ഈ പ്രൊവോക്കിങ്ങിനെ നേരിടാൻ ഒറ്റ ആള് മതി. ആരാ? നോറ. നമ്മുടെ അപ്സര എന്താ സൈലന്റ് ആയത്? അല്ലെങ്കിൽ ഒച്ചയിൽ സംസാരിക്കാറുള്ളതാണല്ലോ. നോറ കരയുന്നത് തെറ്റാണോ? കരയുന്നത് തെറ്റാണോ? മിണ്ടാതിരുന്നോ ചേച്ചി? ചേച്ചി ഇല്ലല്ലോ, മിണ്ടാതിരുന്നോ? അങ്ങനെ വാക്പൂരിന് ശേഷം മത്സരം തുടങ്ങി. നിങ്ങൾ അവരുടെ ടൈപ്പ് ഉണ്ട്, അതുകൊണ്ടാണോ? സായി കാല് മാറി, ബ്ലൂവിൽ എറിയാണ്ട് നേരെ മഞ്ഞേനെറിഞ്ഞ്. ജിൻഡോ എടാ അവനെറിയണോ? ഞാൻ ഐഡിയ പറഞ്ഞാ നിങ്ങൾ തൂക്കും. അങ്ങനെ പവറും ഡെന്നും തമ്മിലുള്ള മത്സരമായി. നെസ്റ്റും ടണലും ഏറ്റു. അപ്പൊ ഋഷിയുടെ ടീമും അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോന്റെ ടീമും ഒരു ടൈപ്പിലായതുകൊണ്ട് തന്നെ അവര് പരസ്പരം എറിയില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ടായി. പക്ഷെ ശ്രീത് പറഞ്ഞെടുത്ത് ടണലിന്റെ ബാരിക്കേഡിലേക്ക് എറിഞ്ഞു. അപ്പൊ തന്നെ അഭിഷേക് അതെടുത്ത് ഗബ്രിയുടെ കണ്ണുമ്പോ നോക്കി ഒറ്റ എറിഞ്ഞു. ഈ സീൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇനി ആവശ്യം. അപ്പൊ നമ്മുടെ സായി എറിഞ്ഞ ബോള് ചാക്കിയിൽ ഇങ്ങനെ കിടന്നപ്പോ ജിൻഡോ തട്ടി കളഞ്ഞു. അപ്പൊ സായും ടീമും അത് വെച്ച് കൈ വെച്ച് തട്ടാൻ പാടില്ല, ആ സാധനം വെച്ച് മാത്രം തട്ടാൻ പാടുള്ളൂ. ഇത് വെള്ളം കളിയോ? ഇങ്ങനെ മണ്ടന്മാരുണ്ടാവോ? എന്തിനാ ഒരു പൊച്ച വയ്ക്കണേ? ജിൻഡോ സായി എടുത്തതോ? സായി
എനിക്ക് കുനിയാൻ പോലും പറ്റില്ല. അപ്പൊ ഞാൻ ബോൾ എടുക്കാൻ പോണ സായി കലിപ്പ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മുടെ പവർ ടീം പുറത്തായി. 2 ബോംബുകളാണ് ബാരക്കിനുള്ളിൽ പവർ ടീമിന്റെ ഉള്ളത്. പക്ഷെ ഗബ്രി നല്ല ജീനിയസ് ആട്ടാ. ഞാൻ നേരത്തെ നിങ്ങളോട് ഓർത്തിരിക്കാൻ പറഞ്ഞ ശ്രീതു എറിഞ്ഞ പന്ത് അഭിഷേക് എടുത്ത് ഗബ്രിയുടെ കണ്ണുമ്മയ്ക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഗബ്രി അത് കണ്ടുപിടിച്ച്. ഗബ്രി ചോദിക്കാണ്, ഇവരെറിഞ്ഞത് എങ്ങനെ എന്റെ കണ്ണിൽ മഞ്ഞ കളർ ആവുന്നു? നിങ്ങൾ പറ. പൊടിയെറിയും. റെഡ് പൊടി എറിയുന്നവരെങ്ങനെ മഞ്ഞ പൊടി എറിഞ്ഞ? അപ്സരയും ഗബ്രിയും കൊണ്ട് ജിൻഡോനോട് പറയാണ്, കണ്ടാ നിങ്ങൾ എറിഞ്ഞ സാധനം അവരെടുത്ത് ഞങ്ങൾ എറിഞ്ഞു. ജിൻഡോ അങ്ങനെ വരാൻ വഴിയില്ല, ഞങ്ങൾ അവരെറിയില്ല, ഞങ്ങൾ തമ്മിൽ ടൈപ്പുള്ളതാ. ടണലില് ബോൾ എറിഞ്ഞു, മഞ്ഞ ബോള്. അങ്ങടാ അങ്ങടെ ഞാൻ പറഞ്ഞില്ല. ജിൻഡോ ശ്രീതുവിനോടൊക്കെ ചോദിക്കാണ്, നീ എറിഞ്ഞ? ശ്രീതു, അയ്യോ ഞാൻ എറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നണത്. അവന്റെ തലയിലുള്ള മഞ്ഞ. പൊന്നു ശ്രീതു, ഉത്തരം പറയൊന്നും പാടില്ല. അത് ഇട്ടിട്ടില്ലല്ലോ അപ്പുറത്തേക്ക്. ഞങ്ങൾ കുറ്റം പറഞ്ഞതല്ല, സോറി. അവന്റെ തലയിലുള്ള മഞ്ഞ. ജിൻഡോ ബി ലൈക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് ഇവള് വഞ്ചിക്കണ ആളാണെന്ന്. ഞാൻ ചോദിക്കുന്നത് നിനക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കൊച്ചു കലിപ്പനും വലിയ കാന്താരിയും തമ്മിൽ അടി തുടങ്ങി. നിർത്തിക്കോ. വേറൊന്നുമല്ല, ഗബ്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നപ്പോഴേക്കും ജാസ്മിൻ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഗബ്രിക്ക് ഇഷ്ടമായില്ല. ഗബ്രി പറഞ്ഞു, നീ എന്നോട് മിണ്ടണ്ട, ഞാൻ പറയണത് പോലും കേൾക്കാൻ പറ്റാതെയാണ് നീ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ദിസ് ഇസ് വെരി ബാഡ്. നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമ്പോൾ നീ അത് കേൾക്കണ്ടോ? എന്റെ പൊന്നു ജാസ്മിൻ ഒന്ന് കേൾക്ക്. കേൾക്കാതെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? വേണ്ട, നിർത്തി. നിർത്തി. നിന്റെ പ്രശ്നം എന്താ? നീ ചോദിക്കേ. എന്റെ ഗബ്രി, നീ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ട് ആവല്ലേ? ക്വാളിഫൈ ചെയ്യണോട്ടോ ചേട്ടാ. ബിഗ് ബോസ് കൃത്യമായിട്ട് ആദ്യം പറഞ്ഞ റൂളാണ്. ഗബ്രി രതീഷനോട് പറയണം, ഇത് ഡിസ്ക്വാളിഫൈ ആക്കണം. അവരെറിഞ്ഞ ബോള് അവര് ഞങ്ങൾ എറിഞ്ഞു. ദിസ് ഈസ് നോട്ട് ഫെയർ. സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ ഭാഗത്ത് തന്നെയാ കറക്റ്റ്. ഞാൻ പാട് നിങ്ങളെ പക്ഷെ ഗബ്രി ഇങ്ങനെ വെറുപ്പിക്കുന്നത് കൊണ്ട് അത് ആരും കണക്കിലെടുക്കില്ല. മഞ്ഞപ്പൊടി നീ ഈ പവർ ടീമിന്റെ ഇതിലൊന്നും മഞ്ഞപ്പൊടി ഒന്ന് കാണിച്ചേ. ഒന്നുമില്ല. വലിയ മറ്റേ നീതിദേവതയായിട്ട് അഭിനയിച്ചിട്ട്. നീതിദേവതയാ രശ്മിന. എന്തായാലും കൂടെ നിന്നിട്ട് നിന്നെ പോലെ കുതികാല് വെട്ടിയില്ല. ഓഹോ, കുതുകാലോ എന്റെ മോനെ. ഗബ്രി ജാസ്മിനായിട്ടുള്ള എല്ലാം നിർത്താണെന്ന് ശരിക്കും ഇനിയില്ല. ആണെന്നാണോ നീ വിചാരിക്കുന്നേ? എന്റെ ഗബ്രി ഇങ്ങനെ പറഞ്ഞോണ്ടെങ്കിൽ കഴിഞ്ഞാൽ നിർത്തില്ലല്ലോ. ഗബ്രി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ജാസ്മിൻ, എടാ നീ മാസം തന്നെ. ശരി, മാസല്ല പോരെ, വെറുതെ നിന്നിട്ട് വായിട്ട് അളിക്കണം. അങ്ങനെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ അടി പിന്നെയും കൂടി. ജാസ്മിന് സന്തോഷമായോ? നിനക്ക് സന്തോഷം നിന്റെ മുഖത്തുണ്ട്, ചിരി. അടി പൊട്ടി. ഞാൻ മര്യാദക്ക് പറഞ്ഞു, മാറിപ്പോക്കോ. വാഴത്തോട്ടത്തിൽ സൊള്ളിയുണ്ട്. ഞാൻ ജാസ്മിൻ. അപ്പൊ കരിപ്പെട്ടിരിക്കുന്ന ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ വന്നിരുന്നിട്ട് പറയാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ എന്റെ മെച്ചഡ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിപ്പ ഗബ്രി ഉണ്ടെന്ന് കേൾക്കണത്. ജാസ്മിൻ, ഞാൻ മര്യാദ പറഞ്ഞു നിർത്തിക്കോളാം. ഞാൻ തോപ്പൊടിക്കോ. ആയാലും ഗബ്രിയുടെ കലിപ്പ് നല്ല സൂപ്പർ കലിപ്പ്. ജാസ്മിന് കിട്ടിയിട്ടും മതിയായിട്ടില്ല. ഇറിറ്റേറ്റ് ആയിരിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് പിന്നെ ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യാം. ഞാൻ പോവാ, ഫുഡ് എടുത്ത് മാറ്റി വെക്കട്ടെ. വായിട്ട് അളിക്കുന്നതാണ്. ഒരു സൈഡിൽ ഇരുന്നോളാം, ചെല്ല്. ജാസ്മിൻ ശരിക്കും ഗബ്രീനെ വെറുപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. നിനക്ക് എന്താ തോന്നിയത്? ഞാൻ പറഞ്ഞില്ല. അപ്പൊ പൊട്ടിനേക്കാൾ മുമ്പ് ജാസ്മിൻ ഇവിടെ നിന്ന് പൊക്കോ. പൊട്ടു മുല്ലപ്പെരിയാറാണോ? നിനക്ക് ദേഷ്യം പൊട്ടുന്നു, അതിൽ വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യം. അതെന്താ ഗബ്രി, നിനക്ക് ഫുഡ് കഴിച്ചാ? ടെമ്പർ പോകുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യം ഫുള്ള് ഞാൻ വീഡിയോ ആക്കിയാൽ നീ എന്ത് ചെയ്യും? സുഖം വെച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജിൻഡോന്റെ കഴുത്ത് നമുക്ക് എത്രയോ പറഞ്ഞോളൂ. അപ്പൊ നമ്മുടെ സായി പറയാണ്, ജിൻഡോ നട്ടലെന്ന് പറഞ്ഞത് ഭയങ്കര മോശമാണ്. ഒരാളുടെ രോഗാവസ്ഥനെ വെച്ച് കളിയാക്കരുത്. ഇറ്റ്സ് വെരി ബാഡ്. ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ജിൻഡോം ഋഷിയുടെ ടീമുമായിട്ടുള്ള ഡിസ്കഷൻ ആണ് കാണിക്കുന്നത്. അറിയാലോ, പക്ഷെ അത് എനിക്ക് പറഞ്ഞും അവിടെ മനസ്സിലാക്കാൻ പറ്റും. ജിൻഡോ പറയാണ്, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എന്റെ ടീമിലെ ബാക്കി രണ്ടുപേരും അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കി. കളിച്ച് നെസ്റ്റിനെ പുറത്താക്കുന്ന പുള്ളി പറയുന്നത്. അപ്പോഴേക്കും ജാസ്മിൻ അവിടേക്ക് കയറി വന്നു. നമുക്ക് ബ്ലൂവിനെ അറ്റാക്ക് ചെയ്യാം, ഗബ്രിയുടെ ടീമിനെ അറ്റാക്ക് ചെയ്യാം ഒരുമിച്ച്. ഇപ്പൊ രശ്മിൻ, നീ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ജിൻഡോ പറയണത്. നീയും ശ്രീതും നെസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത് ജാസ്മിൻ. അയാൾ വലുതും പറയാ, അയാൾ പറയണതും കേൾക്കണ്ട. പുള്ളി അടിക്കുന്ന ഡയലോഗിന് നിങ്ങൾ മെയിൻ ചെയ്യണ്ട. ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അറിഞ്ഞ ജിൻഡോ, നമ്മളുടെ പോകുമ്പോ ഇനി അവിടെ എത്തിയേ. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ പറയട്ടെ, കൂടെ നിന്ന് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത്. നിന്നോട് അതിനെ പറയല്ലേ. അല്ല പറയൂ.
ജിൻഡോ സംശയിക്കണേൽ തെറ്റ് പറയാൻ പറ്റില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ജിൻഡോക്ക് അറിയാം. അത് വെച്ച് കൂട്ടി ആലോചിച്ച് ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് തോന്നും. സ്വന്തം ബോംബുകൾ മാത്രം എതിർ ടീമിലേക്ക് എറിയാൻ. സെക്കൻഡ് റൗണ്ട് തുടങ്ങിയപ്പോ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരും സ്വന്തം സ്ഥലത്ത് വീഴുന്ന ബോംബ് എടുത്ത് മറ്റുള്ളവരെ എറിയാൻ പാടില്ല. നിലവാരമില്ലാത്ത കളി കളിക്കരുതെന്ന് ബിഗ് ബോസ് വരെ ഇവിടെ വന്ന് ഗബ്രി ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞപ്പോ ആരെങ്കിലും വിശ്വസിച്ചാ? ഇപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അതാണ് എന്റെ ഭാഗത്താണ് ന്യായം. ഞാൻ സൂപ്പറാ. ഈ ബിഗ് ബോസ് ഈ സീസണിന്റെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. ഈ സംഭവത്തിൽ എന്നെ ഗബ്രിയുടെ ഭാഗത്താണ് ന്യായം. പക്ഷെ എപ്പിസോഡ് കട്ട് ചെയ്ത് ടിവിയിൽ വന്നപ്പോ ഗബ്രിയുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ടോ? ഇല്ല. ഗബ്രിയുടെ ഭാഗത്ത് ഇനി എത്ര ന്യായം ഉണ്ടെങ്കിലും അവൻ വാ തുറക്കുന്നതോടുകൂടി ആ ന്യായവും അന്യായമായി മാറും. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വഴക്കറ്റ് സ്പീക്ക്. പറയാനുമുള്ള കഴിവ് ഗബ്രിക്കുണ്ടെന്ന് ഇവിടെ ശരി ശരി. ഓ ശ്രീതു സീൻ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞപ്പോ ജിൻഡോ നമുക്ക് ഗോതയിൽ വെച്ച് കാണാം. എന്തും പറയാതെ പിന്നെയും പിന്നെയും പ്രൂവ് ചെയ്യുന്ന ഒരു ടീമാണ് നോറ. അങ്ങനെ മത്സരം തുടങ്ങി. രണ്ട് ടീം, അതായത് ഡെന്നും ടണലും നെസ്റ്റിനെ അറ്റാക്ക് ചെയ്യുക. ഇവിടുന്ന് ബോംബ് അങ്ങോട്ട് എറിയുന്നു, ഇങ്ങോട്ട് എറിയുന്നു. ഒരു ബോംബ്, രണ്ട് ബോംബ്. അവസാനം നെസ്റ്റ് ടീം മത്സരത്തിൽ നിന്ന് പുറത്താകും. നെക്സ്റ്റ് ടീം ഈ റൗണ്ടിൽ നിന്നും പുറത്തായിരിക്കാണ്. ഗബ്രി കളി തോറ്റൂലോ. ജാസ്മിൻ കൂട്ടുനിന്നാണല്ലോ തോൽപ്പിച്ചത്. ഗബ്രിയുടെയും ജാസ്മിന്റെയും വഴക്ക് അറ്റ് ഇറ്റ്സ് പീക്ക്. രണ്ട് ടീമുകളും ഈ ജാസ്മിന്റെ എന്താ അവസ്ഥയാണല്ലേ. ഗെയിമിൽ വരുമ്പോ ഗബ്രീനെ തെറി വിളിക്കണം, ഗെയിം കഴിയുമ്പോ ഗബ്രിയുടെ അടുത്ത് പോയിരുന്ന് ആട്ടും തുപ്പും കേട്ട് അവരെ ആശ്വസിപ്പിക്കണം. ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്ത് വേറൊരാൾക്കും വരുത്തരുത്. എനിക്ക് ഈ വീട്ടില് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരാള് ഗബ്രിയ. അവന്റെ കൈ പിടിക്കുമ്പോൾ എനിക്ക് ആ വിശ്വാസമുണ്ട്. അവനോട് എനിക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു വിശ്വാസമുണ്ട്. അവനെ ഒറ്റയ്ക്കാക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. ജിൻഡോ വന്ന് കെട്ടിപ്പിടിച്ചപ്പോ ജിൻഡോക്ക് ഹഗ് കൊടുത്തു, ജാസ്മിനെ തൊടിയിക്കണില്ല. എന്താലേ. അങ്ങനെ അപമാനങ്ങളെ ഏറ്റുവാങ്ങാൻ ജാസ്മിന്റെ ജീവിതം ഇനിയും ബാക്കി. ഗബ്രി ഒരു കളിപ്പൻ തന്നെ. അങ്ങനെ തേർഡ് റൗണ്ട് മത്സരം തുടങ്ങി. ഡെന്നും ടണലും ഏറ്റുമുട്ടുന്നു. ലാസ്റ്റ് റൗണ്ട് പ്രൊവോക്കിംഗ് നടക്കാണ്. ഒറ്റയ്ക്ക് അവിടെ നിന്നുള്ള ജനങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാ. നോറ പറയാണ്, ഞാൻ ഒറ്റയ്ക്ക് വന്നവനാടാ, ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ. നോറ പറയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചത്, പക്ഷെ നീ ഒറ്റയ്ക്കല്ല കളിച്ചത്, നീ ഇരട്ടയ്ക്ക്. ആൻഡ് ആ കളി നാട്ടുകാർ മൊത്തം കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് നോറ എങ്ങനെ പ്രൊവോക്ക് ചെയ്യാ. ജാസ്മിൻ ആ പ്രൊവോക്കിങ്ങിൽ വീണു ഒരു പരിധി വരെ. ഈ ഗെയിം സിമ്പിൾ അല്ലേ. ഒരെണ്ണം പൊക്കി എറിയ, അപ്പൊ അവര് ഇത് വെച്ച് ഇങ്ങനെ തടുക്കാൻ പോകുമ്പോ അവരുടെ അടിക്കോട് എറിയ. ബുദ്ധി വേണം ബുദ്ധി. ഞാനിത് അവിടെ നീ പറഞ്ഞത് ഇതെന്തിനു ഇവർക്ക് ഈ തോക്ക് കൊടുത്തേണേ. അവിടുന്ന് ബോംബാണ് എറിയണത്. അപ്പൊ ഷീൽഡ് വെച്ചല്ലേ തടയാൻ പറ്റുള്ളൂ. തോക്ക് വെച്ച് എങ്ങനെയാ തടയണേന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ജിൻഡോ ആണെങ്കിൽ അതിലും വലിയ ബുദ്ധിമാനാ. ജിൻഡോന്റെ ബാരിക്കേഡിന്റെ ഉള്ളില് ഏകദേശം ഒരു 5-6 ബോംബ് വീണു. ജിൻഡോ കാല് വെച്ച് ഇങ്ങനെ എടുത്തിട്ട് തട്ടിക്കളയാ. സായി രതീഷിനോട് നോക്കി എന്റെ പൊന്നെ ബോംബ് എറിയണേന്റെ ഇടയ്ക്ക് ഷീൽഡ് അടിച്ച് ജാസ്മിന്റെ കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിസാഹസികമായി ഈ കളിയിൽ ഇന്ന് റെഡ് ടീം ജയിച്ചു. റിസൾട്ട് നോക്കാൻ വന്ന രതീഷിനോട് ജിൻഡോ, അയ്യോ 5 അല്ല 6 ഉണ്ട്. ആ മൂലകേറി നോക്കി 6 ഉണ്ട്. എന്തായാലും ഞങ്ങൾ തോറ്റല്ലോ, അപ്പൊ കറക്റ്റ് പറയാന്ന് വെച്ചു. 2 3 4 5 ജിൻഡോ, ഞാൻ സത്യസന്ധനാ, ഞാൻ സത്യം വിട്ടിട്ട് ഒരു കളിയില്ല മോളെ. സോ അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ ഈ റെഡ് ടീമിൽ നിന്നുള്ള മെമ്പേഴ്സ് പങ്കെടുക്കും. എന്നിലുള്ള വ്യക്തികളെ കുറിച്ച് നമ്മുടെ ഗബ്രി ഋഷിനോട് എന്താ പറയുന്നുണ്ടാ? ഞങ്ങൾ ടീമിനെ പറയാം. ഗബ്രി കുറ്റം പറയാ, ഞാൻ ടണൽ ടീമിനെയാണ് വിമർശിച്ചത്. രശ്മി പറഞ്ഞപ്പോഴോ
ഗബ്രിയായി. അപ്സര എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. ഫുഡ് ഉണ്ടാക്കണേന്റെ ഇടയ്ക്ക് മുടി ഒന്ന് കെട്ടിയതിന് എന്തുവാടാ ഇത്? നോക്കിയിരിക്കണം ഉപ്പന്റെ പോലെ. കൈയൊന്ന് കഴിയണേ ഇതൊക്കെ ഒരു റീസണാ? എടുക്കുന്നതിന് മുമ്പ് സത്യം പറഞ്ഞ ജാസ്മിന് വൃത്തിയില്ലാത്തവളെന്നൊരു ടാഗ് ഓൾറെഡി വീണു. സോ ജാസ്മിൻ എന്ത് ചെയ്താലും അവിടെയുള്ള 19 പേര്, 19 ഇല്ലല്ലേ, അത് അത്രയും പേരും ജാസ്മിനെ തന്നെ നോക്കിയിരുന്ന് അതിൽ വൃത്തി കണ്ടുപിടിക്കാനിരിക്കും. അത് നമ്മുടെ അപ്സരയ്ക്കും സിജോയ്ക്കും ഒരു ടാസ്ക് കൊടുത്തു. അപ്പൊ നമ്മുടെ ശ്രീരേഖ ചേച്ചി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആരുടെയെങ്കിലും എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് തരിക. സിജോ ഇടം വരെ നോക്കാതെ ചെയ്തിരിക്കും. പറഞ്ഞതുപോലെ അവർ ചെയ്തു. ശ്രീരേഖ ചേച്ചി കുളിക്കാൻ പോയ ഗ്യാപ്പില് ശ്രീരേഖയുടെ ചെരുപ്പ് അടിച്ചുകൊണ്ട് വന്നു. ഇതിനെയാണ് അവനവൻ പാര എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുകയാണ്? കുളിച്ചിറങ്ങിയ ശ്രീരേഖ നല്ലത് എവിടെ പോയി? ഞാൻ ബെഡ്റൂമിൽ നിന്ന് എടുത്തില്ലേ? ഒന്ന് ബെഡ്റൂം പോയി നോക്കാം. അപ്പൊ അതെവിടെ പോയി? ഇനി അവര് ടാസ്കിന്റെ ഭാഗമായിട്ട് എങ്ങനെ അടിച്ചു മാറ്റിയതാണോ? ചമ്മി. അപ്പൊ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. അതിന് പകരം പറയാണ് ഞാനിത് അറിഞ്ഞതായി ഭാവിക്കില്ല, അങ്ങനെ അവര് ജയിക്കണ്ട. ഇതിനെയാണ് കുശുമ്പെന്ന് പറയാം. എന്റെ ചെരുപ്പ് അവരാണ് സുട്ടതെന്ന് എനിക്ക് മനസ്സിലായി, അറിഞ്ഞതായിട്ട് കാണിക്കുന്നില്ല. ശ്രീരേഖ ചേച്ചിയുടെ കാണാതായ വെള്ള ചെരുപ്പ് ശ്രീരേഖ ചേച്ചിക്ക് തിരികെ കിട്ടുമോ? ജാസ്മിൻ ഗബ്രി ബന്ധം പിന്നെയും പൂക്കുമോ? കാത്തിരുന്ന് കാണുക ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 54 നമ്മുടെ ശരത് ടോക്സിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.